പലതരത്തിൽ മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ മലപ്പുറത്തെ സ്ത്രീ എന്ന് പറയുന്നത് വിസിബിൾ ആണ്. അതിന് പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ ലഭ്യമാണ്. പക്ഷേ നമുക്കറിയാം ഇതൊന്നും അല്ലാത്തൊരു ഭൂതകാലം മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ന് നമ്മൾ ചിത്രങ്ങളിൽ മാത്രം കാണുന്ന പരമ്പരാഗതമായ വേഷങ്ങളിട്ട് അറബി മലയാളത്തിൽ മാത്രം എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്ന കുറേയധികം മുസ്ലിം സ്ത്രീകളുടെ ഒരു കാലം. ആ കാലഘട്ടത്തിലും അവരുടേതായിട്ടുള്ള ആവിഷ്കാരങ്ങളും അവരുടേതായിട്ടുള്ള സവിശേഷമായ വ്യക്തിത്വവും നിലനിർത്തിയിരുന്നു. ആ അനുഭവങ്ങളെയും ജീവിതത്തെയും ഒക്കെ പ്രധാനമായും കണ്ടെടുക്കാനാണ് ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ അനുഭവം മറ്റുള്ളവർ എന്തിനു വായിക്കണം എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ള അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു പെണ്ണിനെക്കുറിച്ച് മറ്റുള്ളവർ അറിയണം എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. പഴയ കാലത്താണെങ്കിൽ നമുക്ക് മലപ്പുറം പെണ്ണിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ചില കൗതുകങ്ങൾ കൊണ്ടെങ്കിലും നമുക്ക് ഈ പുസ്തകം വായിക്കാനായിട്ട് തോന്നുമായിരുന്നു. ഇപ്പം നമുക്കറിയാം പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ മലപ്പുറത്തെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വളരെ ക്രിയാത്മകമായി തന്നെ റീലുകളിലൂടെ പുതിയ തലമുറ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 30 സെക്കൻഡുകൾ കൊണ്ട് മാത്രം നമ്മുടെ സാമാന്യ ബോധത്തെ മറികടക്കുന്ന റീലുകൾക്ക് മുന്നിൽ ഈ അനുഭവങ്ങൾ എങ്ങനെ പ്രസക്തമാക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞാൻ ഈ എഴുത്തുകളെ സംവിധാനം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. എഴുത്തുകാരിയും അധ്യാപികയുമായ ഷംഷാദ് ഹുസൈനാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. പുതിയ പുസ്തകം മലപ്പുറം പെണ്ണിൻ്റെ ആത്മകഥ എന്നുള്ളതാണ് പുസ്തകം. അതിലെ കുറിപ്പുകളൊക്കെ ട്രൂ കോപ്പി തിങ്കിൽ തന്നെ സീരിയലൈസ് ചെയ്ത് വന്ന കുറിപ്പുകളാണ്. അതിൻ്റെ പേര് ശരിക്കും ഭയങ്കര കൗതുകമുള്ളതാണ്, മലപ്പുറം പെണ്ണിൻ്റെ ആത്മകഥ. അങ്ങനെ മലപ്പുറം പെണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുണ്ടോ? ഒന്ന്, ഇപ്പം നമുക്ക് എല്ലാതരം പെണ്ണുങ്ങളും ഈ തരത്തിൽ പ്രാദേശികമായി അടയാളപ്പെടുത്തപ്പെട്ടുകൊണ്ടുള്ള അനേകം ആവിഷ്കാരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുന്നു മലപ്പുറം പെണ്ണ് എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമോ ഒരു പുതുമയോ ഒന്നും ഇല്ല. കാരണം ഇപ്പം മാഹിത്തെ പെണ്ണുങ്ങൾ, കണ്ണൂരത്തെ പെണ്ണുങ്ങൾ, തലശ്ശേരി കൊണ്ടോട്ടിത്തെ പെണ്ണുങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പെണ്ണുങ്ങളെ പലതരത്തിലുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആവിഷ്കാരങ്ങൾ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞതാണല്ലോ. ഒരു ചെറിയ റീലുകളിൽ പോലെ അങ്ങനെയാണെങ്കിലും ഇങ്ങനെ നമ്മളെ സാമാന്യ ധാരണകളെ മുഴുവൻ അട്ടിമറിക്കുന്ന തരത്തിൽ പോലും ഈ പ്രാദേശികമായ അടയാളപ്പെടുത്തലുകൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഈ തരത്തിൽ അടയാളപ്പെടുത്തുന്നതിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇനി ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് അറിയാൻ, മലപ്പുറംകാർക്ക് വേണ്ടിയല്ലല്ലോ സത്യത്തില്, ഈ പ്രദേശത്തെ കുറിച്ച് അറിയാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനെ ഒരു മലപ്പുറത്തിന് പുറത്തേക്ക് സഞ്ചരിച്ച ഒരാളാണല്ലോ വ്യക്തിപരമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കാദമിക് ലോകം വലുതാണ്, യാത്രകള്, പരിചയങ്ങള്, ആളുകളായിട്ടുള്ള ഇടപെടലൊക്കെ പുറത്തേക്ക് ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് മലപ്പുറത്തിലേക്ക് നോക്കുമ്പോഴേ അവിടെ എങ്ങനെയാണ് ഒരു വ്യതിരിക്തമായിരിക്കുന്നതെന്നാ തോന്നിയിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ വ്യതിരിക്തം ആയിരുന്നില്ല. വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എൻ്റെ ചില ശീലങ്ങളും പ്രത്യേകിച്ചും ഭാഷയൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് എറണാകുളം പോലെ കാലടിയിലൊക്കെ ഞങ്ങൾ മെയിൻ സെന്ററിലൊക്കെ വരുമ്പം അത് ഭയങ്കര അപരിചിതമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മലയാളം അറിയാത്ത ആരോ എന്നുള്ള നിലക്കാണ്, അതായത് എൻ്റെ മലയാളം പോലും അവിടെ മലയാളമായിട്ട് അംഗീകരിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ആ തരത്തിലുള്ള ഒരു ഞെട്ടൽ അവർക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷംഷാദിന്റെ വർക്കുകളും എഴുത്തുമൊക്കെ
ഇതിന്റെ ഒരു സാംസ്കാരിക പരിസരങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഭാഷയാണെങ്കിൽ കഥകള്, പാട്ടുകള്, എന്താ പറയാ, അതിന് ഒരു പൊതു ഭാഷയുമൊക്കെ ആയിട്ടുള്ള ബന്ധം, ലിംഗ്വിസ്റ്റിക്കലായിട്ടുള്ള ബന്ധം, അത് സാംസ്കാരികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അങ്ങനെ ഒരു കൾച്ചറൽ ബേസിൽ നിന്നുകൊണ്ട് അക്കാദമിക് ആയിട്ട് തന്നെ സമീപിക്കുക. അത് എപ്പോഴാണ് അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്കൊക്കെ വരുന്നത്, ചിന്തയൊക്കെ പോകുന്നത്? എൻ്റെ ഗവേഷണ വിഷയം മലബാർ കലാപത്തെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഓറൽ ട്രഡീഷൻസ് ആണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കുറേ സ്ത്രീകളെ കണ്ടു. മലപ്പുറം ഇത് എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലുള്ള കുറേ അധികം സ്ത്രീകളെ കണ്ടു. അപ്പോൾ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നമ്മളുടെ അതുവരെയുള്ള ഒരു പൊതുധാരണയിൽ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് ഞാൻ വായിച്ചതോ അറിഞ്ഞതോ ആയിട്ടുള്ള സംഗതികളല്ല ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഭയങ്കര ധാരണയുള്ള, ഭയങ്കര ഭംഗിയായി സംസാരിക്കുന്ന, സ്വന്തം പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അപ്പോൾ സ്വന്തം അനുഭവങ്ങളെ വളരെ വ്യക്തമായ തരത്തിൽ ആവിഷ്കരിക്കുന്ന സ്ത്രീകളെയാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് എനിക്കിത് കാര്യമായിട്ട് പഠിക്കണം തോന്നിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പം പലതരത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ ഇടപെട്ടിട്ടുള്ള ധാരാളം മുസ്ലിം സ്ത്രീകളെ. എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ? അതായത് പാട്ട് എഴുതിയിട്ടുണ്ട് അവര്. അതുപോലെ എപ്പോഴും ഭയങ്കര പൗരോഹിത്യത്തിന്റെ ഒരു മതമായിട്ടാണല്ലോ ഒരു പൊതുധാരണയിൽ ഉണ്ടായിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ മദ്രസ നടത്തിയിരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു, മതം പഠിപ്പിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. എൻ്റെ പല കൂട്ടുകാരും പഠിച്ചത് ഈ സ്ത്രീകൾ നടത്തുന്ന മദ്രസയിലായിരുന്നു. മുല്ലാച്ചി എന്നാണ് ഒരു അറിയപ്പെടുന്നത്. അപ്പോൾ അതെനിക്കിങ്ങനെ ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. അതേപോലെ വേറൊരു ഏരിയ ഈ വിഷവൈദ്യമാണ്. ആ വിഷവൈദ്യത്തിന്റെ മേഖലയിൽ ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ട്രഡീഷണൽ ആയിട്ട് പഠിച്ചു വരുന്നതാണ്, പക്ഷെ അവർക്ക് ധാരാളം പുസ്തകങ്ങളുണ്ട്, അറബി മലയാളത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ വൈദ്യമായിട്ട് ബന്ധപ്പെട്ട് അറബി മലയാളത്തിൽ സ്ക്രിപ്റ്റ് പ്രത്യേകമാണ് വൈദ്യം എഴുതാനായിട്ട്. അതിങ്ങനെ കൂട്ടി എഴുതുന്ന രീതി ഒഴിവാക്കിയിട്ട്, അപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് വൈദ്യമാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ, കുറിപ്പുകളൊക്കെ എഴുതി സൂക്ഷിച്ചിരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ എഴുതി സൂക്ഷിച്ചിരുന്നത്, അതായത് കൈപ്പടയില് എഴുതിയിട്ട് പേപ്പറിൽ എഴുതി പുസ്തകങ്ങൾ. എന്താ വെച്ചാല് ഞാൻ ഇതേപോലെ ഒരു സ്ത്രീയെ അന്വേഷിച്ച് പോയതാണ്. പക്ഷെ അവര് മരണപ്പെട്ട് അവരെ പുസ്തകങ്ങൾ മുഴുവൻ മറ്റാരോ കൊണ്ടുപോയി. അവസാനം എനിക്ക് കിട്ടിയത് ഇങ്ങനെ ചെറിയതിൽ അവര് എഴുതി വെച്ച ഒരു ചെറിയൊരു കുറിപ്പ് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ സ്ത്രീകള് മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട്. പിന്നെ തിരുവനന്തപുരം ഭാഗത്തും ഉണ്ട് ഈ മതം പഠിപ്പിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അകത്ത് അവരുടെ സ്പേസിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് മുഴുവനും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതല്ലാത്തൊരു തലം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക്, അതായത് മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നത് വിക്റ്റിമാണ് എന്നാണല്ലോ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. പൗരോഹിത്യത്തിന്റെ അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിന്റെ വിക്റ്റിം എന്നുള്ള നിലക്കാണ് പലപ്പോഴും ഒരു മെയിൻ സ്ട്രീം ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അതെ, അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ അങ്ങനെ, അതായത് മുഴുവൻ അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. കാരണം ഞാനത് പലതരത്തിൽ എഴുതിയിട്ടുണ്ട്, മുമ്പുള്ള പുസ്തകത്തിലും ഒക്കെയും എഴുതിയിട്ടുണ്ട്. അതായത് 1921 ഉണ്ടായിട്ടുള്ളൊരു മാപ്പിളപ്പാട്ടുണ്ട്. അതില് ഇങ്ങനെ പുരുഷ കേന്ദ്രിതമായിട്ടുള്ള കുടുംബ വ്യവസ്ഥയെ തന്നെ ശക്തമായി ചോദ്യം ചെയ്യുന്ന നിലപാടുണ്ട്. ഞാൻ ചോദിക്കുന്ന ആ സമയത്ത് നമ്മുടെ മെയിൻ സ്ട്രീമിൽ മലയാള കവിതയിൽ പോലും ആ തരത്തിലുള്ള പുരോഗമനപരമായ ഇല്ല. അല്ലെങ്കിൽ പുരുഷാധിപത്യത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആശയങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആ സമയത്താണ് പുത്തൂർ ആമിനെ പോലെ ഒരു സ്ത്രീ ശക്തമായ ഭാഷയിൽ ഈ തരത്തിലുള്ള കവിതകൾ എഴുതുന്നത്. അപ്പോൾ അത് അറബി മലയാളത്തിലാണോ? അത് അറബി മലയാളത്തിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അറിയപ്പെടാതെ പോയി എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഈ മുൻധാരണ തന്നെയാണ്. പൊതുസമൂഹത്തിനുള്ള. അപ്പൊ അതുകൊണ്ട് മുസ്ലിം സ്ത്രീ
അതായത് പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഞാൻ പറഞ്ഞ എല്ലാ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾക്കിടയിൽ പോലും ഉണ്ടായിരുന്നു. അവരിങ്ങനെ നമ്മൾ രക്ഷിച്ചെടുക്കേണ്ടവർ എന്നുള്ള നിലക്കാണ് പലപ്പോഴും മുസ്ലിം ഒരു പാട്രിയാർക്കൽ പൊസിഷനാണ് പൊതുസമൂഹം മുസ്ലിം സ്ത്രീകളോട് എടുത്തിട്ടുള്ളത്. മുസ്ലിം സ്ത്രീകളോട് മാത്രമല്ല, എല്ലാത്തരം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, ഇപ്പൊ ദളിത് സ്ത്രീകളോ സംബന്ധിച്ചു ഇത്തരത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ രക്ഷിച്ചെടുക്കേണ്ട ഒരു വിഭാഗം എന്നുള്ള നിലക്കാണ് പലപ്പോഴും നമ്മൾ, അതായത് ബോധപൂർവം ഒന്നും ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ അവര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ വെച്ചിട്ടായിരിക്കും അവരിത് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് മുസ്ലിം സ്ത്രീയെ കുറിച്ച് കിട്ടുന്ന ഒരു ചിത്രം ഈ തരത്തിലുള്ളതായിരിക്കും. അപ്പൊ എപ്പോഴും മതത്താലും കുടുംബത്താലും ഒക്കെ അടിച്ചമർത്തപ്പെട്ട പുറമേക്കൊരു സ്പേസ് ഇല്ലാത്ത തരത്തിൽ വീട്ടിനകത്ത് കുടുങ്ങിപ്പോയാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, കമ്മ്യൂണിറ്റിക്ക് അകത്ത് അവരുടെ ഒരു സ്പേസിനെ പ്രയോജനപ്പെടുത്തുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഇപ്പം ചില മാപ്പിളപ്പാട്ടുകൾ തന്നെ അതിൻ്റെ സൂചനയായിട്ട് നമുക്ക് കാണാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അപ്പങ്ങൾ, അപ്പൊ അതിലൊക്കെ അവരുടെ ഒരു അവരെടുക്കുന്ന ഒരു പൊസിഷൻ, അവരുടെ നറേറ്റീവ് രീതി, അവർക്ക് ആ കുടുംബത്തിനകത്തുള്ള അധികാരം, ഏജൻസി, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ആ പാട്ടിലുള്ള വ്യക്തിത്വം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ഭയങ്കര സ്വതന്ത്രരാണെന്നും എല്ലാം ഭദ്രമാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത തരത്തിലുള്ള, അതായത് പൊതുസമൂഹത്തിൽ നമ്മൾ ഈ തരത്തിൽ കാണുമ്പോൾ അങ്ങനെ അല്ലാത്ത കുറേ അധികം മുസ്ലിം സ്ത്രീകളെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഇപ്പൊ കമ്മ്യൂണിറ്റിക്കകത്ത് അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് അങ്ങനെയാണല്ലോ പറയണേ, അതിനകത്തെ സ്പേസ് ഉപയോഗപ്പെടുത്തി എന്നാണല്ലോ പറയണേ. അതിന് പുറത്തേക്ക് വരാൻ എന്തുകൊണ്ടായിരിക്കും അവർക്ക് പറ്റാതിരുന്നേ? അതിനകത്തും ഈ പറഞ്ഞ പോലെ മതത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഈ ഒരു പാട്രിയാർക്കൽ പൊസിഷൻ വർക്ക് ചെയ്യുന്നില്ലേ? അപ്പോ അല്ല, അങ്ങനെ അല്ലാത്തവരും ഉണ്ടായിരുന്നു. ഇപ്പം വക്കം മൗലവിയുടെയൊക്കെ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം അതിൽ കാസിം ബി മിസ്ട്രസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ എഴുതിയ ഒരു ആർട്ടിക്കിൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നത് ഇങ്ങനെ എറണാകുളം ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം എത്ര സ്കൂളുകളുണ്ട്, ആ സ്കൂളുകൾക്കകത്ത് എത്ര പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, ആ പെൺകുട്ടികളിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് മുസ്ലിങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ പെൺകുട്ടികളെ ഇതിലേക്ക് അയക്കാത്തത് എന്ന തരത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന, എഴുതുന്ന സ്ത്രീകൾ ആ കാലത്തുണ്ടായിരുന്നു. അതായത് നവോത്ഥാനം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പുരുഷന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ പുരുഷൻ നയിക്കുന്ന ഒരു പരിഷ്കരണ യാത്രയായിട്ട് നമ്മൾ കാണുന്ന സന്ദർഭത്തിലാണ് വക്കം മൗലവിയുടെയൊക്കെ ഇതിനകത്ത് ഈ തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്ന സ്ത്രീകൾ ഉണ്ടാവുന്നത്. അതുപോലെ 50-60കളിലൊക്കെ ചില മാസികകളുടെ മുസ്ലിം ഇതിന്ന് പ്രസ് വരുന്ന തന്നെയാണ്, പക്ഷെ അവരുടെ സ്പെഷ്യൽ പതിപ്പുകളിൽ സ്ത്രീകൾ മാത്രമായിട്ട് എഴുതുന്ന 15ഓളം സ്ത്രീകൾ എഴുതിയ മാസികകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുത്തിന്റെ മേഖലയിൽ തന്നെ ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതും ഈ സമുദായത്തിന്റെ മതത്തിന്റെ പ്രിമൈസസിൽ നിന്നുണ്ടാവുന്ന അതിന്റെ ചട്ടക്കൂടിനകത്ത് നിന്നിട്ടാണ് ഇത്തരം എഴുത്തുകൾ പോലും ഒക്കെ സംഭവിക്കുന്നത്. പക്ഷെ നമുക്ക് അതിന് പുറത്തൊരു മുഖ്യധാര എഴുത്ത് ശീലം, ഒരുപാട് സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരൊക്കെ നമ്മുടെ ഹിസ്റ്ററിയിൽ നോക്കിയാൽ തന്നെ മലയാളത്തിൽ തന്നെ അറിയാൻ പറ്റൂല. വളരെ ശക്തരായിട്ടുള്ള സരസ്വതിയമ്മയെ പോലൊക്കെയുള്ള അങ്ങനെയുള്ള വലിയ എഴുത്തുകാരുണ്ടായിട്ടുള്ള സ്ഥലവും കൂടിയാണ്. എന്തുകൊണ്ടായിരിക്കും ഒരു മെയിൻ സ്ട്രീം സ്പേസിലേക്ക് ഇവർ വരാതിരുത്തതാണോ അതോ തിരിച്ച് കണ്ടെത്താൻ പറ്റാത്തതായിരിക്കോ? എങ്ങനെയത്? മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നതിനെ ഇങ്ങനെ ഒരു അംഗീകരിക്കുന്നതിൽ തന്നെ ഒന്ന് അറബി മലയാളമാണല്ലോ, അതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് എത്തുന്നതിന് ധാരാളം അല്ലല്ലോ, അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ മലയാളവും അല്ലെങ്കിൽ മലയാളത്തിനകത്തെ സാഹിത്യമൊന്നും ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് വായിക്കപ്പെട്ടിരുന്നോ? ഇല്ല, 30കളില് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുള്ള സ്ത്രീകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ആയിഷ മായൻ, ഹലീമ ബീവി, അവരെയൊക്കെ ഹലീമ ബീവി സ്വന്തമായിട്ടൊരു പത്രം നടത്തിയിട്ടുണ്ടല്ലോ. ഒരു പത്രം മാസികയായിട്ട് മാറ്റിയ സമയത്ത് അതിൻ്റെ
അവര് എഡിറ്ററും വൈക്കം മുഹമ്മദ് ബഷീർ അതിന്റെ സബ് എഡിറ്റർമാരിൽ ഒരാളുമായിരുന്നു. 38-ലാണ് അവര് പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഭാരതചന്ദ്രിക എന്നായിരുന്നു അവര് നടത്തിയ മാസികരവി. അപ്പോൾ മെയിൻ സ്ട്രീമിൽ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ അതിൽ എഴുതുന്നുണ്ട്. മെയിൻ സ്ട്രീമിൽ തന്നെ മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവരെ അംഗീകരിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റിയിട്ടില്ല, മുഖ്യധാരയ്ക്ക് പറ്റിയിട്ടില്ല. ഞാനതിന്റെ കാരണം കാണുന്നത് മുസ്ലിം സ്ത്രീകളെ പറ്റിയിട്ടുള്ള ഈ ഒരു പൂർവ്വധാരണ അത്രയും ശക്തമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ല. പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ സാധ്യമാവുന്നുണ്ട് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ ഞാൻ പറഞ്ഞ റാപ്പ് സോങ്, അതേപോലെ പല പാട്ടുകളും, ഇപ്പോൾ ഡാബ്സിയൊക്കെ ഉപയോഗിക്കുന്ന പാട്ടുകളിലൊക്കെ തന്നെ മുസ്ലിം സ്ത്രീകളുടെ ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പോലും ഭയങ്കര ശക്തമായ തരത്തിൽ വരുന്നുണ്ട്. അപ്പം പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ ഇന്ന് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് പുറത്തു വന്നതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ചരിത്രമായിട്ട് മാറുകയും അത്തരത്തിലുള്ള ബാധ്യതകളൊന്നും ഇല്ലാത്തതായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ പോലെ 2 തരത്തിലുള്ള വ്യൂവേഴ്സ് ആണോ ഇതിന് എന്നുള്ളത് നമുക്കറിയില്ല. റീൽസ് എല്ലാവരും കോമൺ ആയിട്ട് കാണുന്നതല്ലേ, അത് യങ്സ്റ്റേഴ്സിന്റെ ആണോ അതോ പഴയ തലമുറയിലുള്ള ആളുകൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് രണ്ടിന്റെ മിഡിലിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നമ്മുടെ തലമുറ എന്ന് പറയുന്നത് രണ്ടും കാണുന്നുണ്ടല്ലോ. അപ്പോ എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചലഞ്ച് അത് തന്നെയായിരുന്നു. കാരണം എൻ്റെ കഥ ഓരെന്തിനു വായിക്കണം, അത് വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ. മാത്രമല്ല നേരത്തെ ഉള്ള എഴുത്തിനകത്ത് ഈ പറഞ്ഞ പോലെ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് എഴുതുക, അവരുടെ പ്രവർത്തനങ്ങളെ മുഖ്യധാരയിൽ അടയാളപ്പെടുത്തുക, ഈ തരത്തിലുള്ള കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് അതൊന്നുമില്ല. അതുകൊണ്ട് എന്തിനവരെൻ്റെ കഥ വായിക്കണം? അപ്പൊ എൻ്റെ അനുഭവം എൻ്റെ ചുറ്റുമുള്ളവർക്ക്, ഇപ്പൊ എൻ്റെ അനിയത്തിമാർക്കോ എൻ്റെ ബന്ധുക്കൾക്കോ ഒക്കെ ഒരു പക്ഷെ അവരുള്ളത് കൊണ്ടുകൂടി രസകരമായി തോന്നിയേക്കാം. പക്ഷെ അതല്ലാത്തവർ ഇതെന്തിനു വായിക്കണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സാമൂഹ്യ പ്രസക്തിയുള്ളതോ അല്ലെങ്കിൽ പുറമേക്ക് അവരറിയേണ്ടതുണ്ട് എന്ന് തോന്നിയതോ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതില് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോഴും ഉണ്ടല്ലോ, ഇപ്പൊ ഏറ്റവും പുതിയ തലമുറ ഏറ്റവും പുതിയ ടെക്നോളജീനെ, ഏറ്റവും പുതിയ ഇന്റർനാഷണൽ എക്സ്പോഷറിനെ, അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ വേഷത്തിൽ നോക്കുകയാണെങ്കിലും മ്യൂസിക്കിൽ നോക്കുകയാണെങ്കിലും വിഷ്വൽ ഇമേജറീസിൽ നോക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം സംഭവിക്കുന്നത്. പക്ഷെ അപ്പോഴും മതം, സമുദായം ഇതിനകത്ത് കർക്കശമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതായത് മതം ഈ പറയുന്ന പോലെ വേഷത്തിൽ, കൾച്ചറൽ സ്പേസിൽ ഒക്കെ മുമ്പത്തെക്കാട്ടിലും ഇടപെടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓണത്തെ പറ്റിയും ഓണത്തിൻ്റെ ബഹുസ്വരതയെ പറ്റിയും വീടുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ പറ്റിയൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള അനുഭവങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. പലതരത്തിൽ നമ്മൾക്ക് നമ്മുടെ അപ്പുറത്തെ വീടെന്ന് പറയുന്നത് അപ്പുറത്തെ വീട് മാത്രമാണ്, അത്രയും താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള. പക്ഷെ മതം, പൗരോഹിത്യം എന്ന് പറയുന്നത് കൂടുതൽ റിലീജിയോസിറ്റിയിലേക്ക് മാറുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിലൊരു ഇഷ്യൂ ഉള്ള എന്താന്ന് വെച്ചാൽ അതിൽ പൗരോഹിത്യം ഇടപെട്ട ഒരു കാലം ഉണ്ടായിരുന്നു ഇരിക്കാം. പക്ഷെ ഇപ്പോൾ പൗരോഹിത്യത്തിന് അത്ര എളുപ്പത്തിൽ നമുക്കിടയിൽ കടന്നു വരാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതം എന്ന് പറയുന്നത് നമുക്കിടയിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പും കൂടിയാവും. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യമുണ്ടോ? തെരഞ്ഞെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? പിന്നെ നമ്മൾ ഒറ്റപ്പെട്ട ഉദാഹരണമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, മീൻസ് അതാണോ ഒരു പൊതു അവസ്ഥ എന്നുള്ളതാണ്? അങ്ങനെയാണോ? പൊതുവായി നമുക്ക് ഇപ്പം പലതരത്തിലുള്ള മുസ്ലിം സ്ത്രീകളെ കാണാം. ഇപ്പം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഖുറാനെ വിമർശിക്കുന്ന സ്ത്രീകളുടെ കൂട്ടമില്ലേ? ഉണ്ട്.
അപ്പോൾ അത് സാധ്യമാണ് തന്നെയാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുറത്തു വരാൻ പറ്റും. പക്ഷേ വിശ്വാസത്തിൻ്റെ പേരിൽ ഈ വസ്ത്രം സ്വീകരിക്കുന്നതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം അവരുടെ വിശ്വാസമാണല്ലോ, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ അവർ സ്വീകരിക്കുന്നത്. പക്ഷെ അതേസമയം അത് മെയിൻ സ്ട്രീമിൽ വേറെ തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? ഇപ്പൊ ഈ പുസ്തകത്തിന്റെ വെച്ചിട്ട് തന്നെ ഇതില് ഒരുപാട് പഴയ കാലത്തെ കഥകൾ, അതായത് നമ്മുടെ ചെറുപ്പകാലത്തിലെ കേരളത്തിലെ മുസ്ലിം പ്രതിനിധാനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ വിഷ്വലായിട്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് വായിക്കാൻ പറ്റുന്നതാ. അതിനകത്ത് വേഷം വരുന്നുണ്ട്, ഇടപെടലുകൾ വരുന്നുണ്ട്, പാട്ടുകളുണ്ട്, തമ്മിലുള്ള സ്ത്രീകൾ തമ്മിലുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിലൊന്നും നമ്മൾ ഇന്ന് കാണുന്ന റിലീജിയോസിറ്റിയുടെ പ്രതിനിധാനമായിട്ട് നമ്മൾ പറയുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ല. കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അതിനകത്ത് ചോയ്സ് ആണെന്ന് നമ്മൾ പറയുമ്പോഴും അത് അങ്ങനെ തന്നെയാണോ എന്ന് ഇനിയെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതില്ലേ എന്നാ. ഒരു കാര്യം എന്താ വെച്ചാൽ വേഷവിധാനത്തിൽ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ വീട്ടിൽ തന്നെ ആ തരത്തിലുള്ള പർദ്ദ അന്നത്തെ പർദ്ദയുടെ ഉപയോഗത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്ന് ഹയർ ക്ലാസ് മാത്രമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ ഒരു ഹയർ ക്ലാസ് ഉണ്ട്. അത് മതപരമായിട്ടും ആവാം. തങ്ങൾ എന്ന് പറയുന്ന ഒരു ഫാമിലി, തങ്ങള് അതെ ഉപ്പ ബീവിമാരും ആണ് ഇത് ഉപയോഗിക്കുന്നത്. പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കോ? പുറത്തു പോകുമ്പം നിർബന്ധമായിരുന്നു. പക്ഷെ അതിനെ തന്നെ മറികടക്കാൻ ശ്രമിച്ചിട്ടുള്ള ഫാമിലിയാണ് എൻ്റെത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഉപ്പ പറഞ്ഞു തരുന്ന കഥകളിൽ അങ്ങനെയാണ്. അപ്പോൾ അമ്മായിനെ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് ഉപ്പ കൊണ്ടുപോകും. ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് അവിടെ 3 വയസ്സായ ആൾക്കാരാണുള്ളത്. അവര് പർദ്ദ ഇടിയിച്ചിട്ടല്ലാതെ അമ്മായിനെ ഇറക്കൂല. അപ്പോൾ അമ്മായിനെ പർദ്ദ ഇടിയിച്ചിട്ട് ഇറക്കി ഇടവഴിയിലെത്തിയാൽ തന്നെ ഉപ്പയും അമ്മായും കൂടെ പർദ്ദ ഊരി കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. അന്ന് ഞാൻ വല്യമ്മാന്റെ പർദ്ദ കണ്ട സമയത്ത് 2 പീസ് ആയിട്ടാണ്, ഒരു സ്കേർട്ടും പിന്നെ വലിയൊരു മക്കനെയുമാണ് ഇവിടെ താഴെ വരെ നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറിയില്ലേ. പർദ്ദ ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫാഷൻ വിപണി അതായത് ഇപ്പം യൂറോപ്യൻ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രോക്ക് പോലെയൊക്കെയുള്ള പർദ്ദകള്, പിന്നെ അവരുടെ ആ യൂറോപ്യൻ ഇതിലുള്ള ബാർബി ഡോളൊക്കെ ഇടുന്ന പോലത്തെ പർദ്ദയും അതിന്റെ മാച്ചിങ് ആയിട്ടുള്ളതും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ അങ്ങനെ വരെ നമുക്ക് തെരഞ്ഞെടുക്കാവുന്ന സാധനം അതിനകത്തുണ്ട്. മാത്രമല്ല നിങ്ങൾ പഴയ ആൾക്കാരോട് ചോദിച്ചു നോക്കൂ, പർദ്ദയുടെ എപ്പോഴത്തെ ഇത് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടാവില്ല ഇപ്പോഴത്തെ പർദ്ദ. അവര് പറയുന്നത് ഇപ്പോഴത്തെ പർദ്ദയൊക്കെ ബോഡി ഷേപ്പ് ആക്കുന്നു പിള്ളേര് എന്നാണ്. അപ്പോൾ പർദ്ദയെ ആ തരത്തിൽ ഉപയോഗിക്കുന്നതിലും ഒരു വിപ്ലവമില്ലേ അത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ തരത്തിലുള്ള ഡ്രസ്സിങ് എന്തെന്ന് പറയുന്നത് അവരുടെ തന്നെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര. ഇതിനകത്ത് നമ്മൾ കുറെ പാട്ടുകളുടെ ട്രഡീഷനെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലോ. ഈ പാട്ടുകളൊക്കെ ഈ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെടുത്തതാണോ, കേട്ടിട്ടുള്ള ശീലം കൊണ്ട് അന്വേഷിച്ചു ചെന്നതാണോ, എങ്ങനെയാ അതിലേക്ക് എത്തിപ്പെടുന്നത്? ആദ്യം മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ യേശുദാസ് ഒക്കെ പാടിയിട്ടുണ്ട്, PK ഹലീമയുടെ പാട്ടുകളൊക്കെ. പക്ഷെ അത് നമ്മൾ ആരെഴുതിയതാണ് എന്നുള്ളതിന് അത്ര പ്രസക്തി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ഈ ഇങ്ങനെ റെക്കോർഡുകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അത്ര പ്രസക്തമായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് കേട്ടപ്പോഴാണ് അത്തരം പാട്ടുകൾ അന്വേഷിച്ചു പോയത്. അപ്പോൾ ധാരാളം മാപ്പിളപ്പാട്ട് എഴുതുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഈ മാപ്പിളപ്പാട്ട് എഴുത്തുകാരായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ കെട്ടിയിട്ടൊരു മാപ്പിളപ്പാട്ടുണ്ട്. അതില് 42 ആൾക്കാരുടെ പേരിങ്ങനെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ബാപ്പു കീഴുപറമ്പ് എന്ന് പറഞ്ഞ ആൾ എഴുതിയതാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം
ഇങ്ങനെ എഴുതിയ പാട്ടില് 2 സ്ത്രീകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പം അതായത് അംഗീകരിക്കപ്പെട്ട മാപ്പിളപ്പാട്ടുകാരുടെ കൂട്ടത്തിൽ തന്നെ ആയിട്ട് നമുക്ക് സ്ത്രീ എഴുത്തുകാരെയും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കമ്മ്യൂണിറ്റിക്ക് അകത്ത ഒരു സ്പേസ് അവരുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. പ്രത്യേകിച്ചും നമ്മളിങ്ങനെ കമ്മ്യൂണിറ്റിയാണ് സ്പേസ് കൊടുക്കാത്തത് എന്നാണല്ലോ നമ്മുടെ ഒരു പൊതുധാരണ. അങ്ങനെയല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. മെയിൻ സ്ട്രീം ബോധമാണ് ശരിക്കും മുസ്ലിം സ്ത്രീയെ മാറ്റി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പുറത്തു നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇതിനകത്തെ ഒരു സംഗതിയുടെ സൂക്ഷ്മാംശത്തിൽ ഉള്ളൊരു അറിവില്ലായ്മയും കൂടി ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഇപ്പൊ അവരെ തന്നെ സംബന്ധിച്ച കൃത്യമായ നിർണായകമായ ഘട്ടങ്ങൾ, വിദ്യാഭ്യാസം, വിവാഹം, സ്വത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന സ്വാതന്ത്ര്യം സമുദായം സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ടോ? അതായത് എല്ലാ തലങ്ങളിലും ഭദ്രമാണെന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമില്ലേ, അത് ഇൻട്രോ ആയിട്ട് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. പക്ഷേ പല ഇതിനകത്തും ഇപ്പം കോഴിക്കോടായാലും കണ്ണൂരായാലും നമുക്ക് പൊന്നാനി ആയാലും നമുക്കറിയാലോ മരുമക്കത്തായ സമ്പ്രദായമാണ് പിന്തുടരുന്നത്. അവിടെ സ്ത്രീകളാണ് കൈകാര്യകർത്തൃത്വം ഉള്ളത്, അവർക്കാണ്. അപ്പോൾ അവർ തന്നെയാണ് അവരുടെ അതായത് കാരണവരുണ്ടായിരിക്കും ഇതേപോലെ, പക്ഷെ അവർക്ക് തന്നെ അവർക്കതിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അവരെഴുതിയിട്ടുള്ള ചില കുടുംബചരിത്രമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിലൊക്കെയും ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ത്രീകളാണ്. അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുടുംബത്തിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കുടുംബത്തിന്റെ നടത്തിപ്പ് പലരും സ്ത്രീകളുടെ അധികാരത്തിലായിരുന്നു. അങ്ങനെ തന്നെയുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള നിക്കാഹിൻ്റെയൊക്കെ രീതി നോക്കുകയാണെങ്കിലും അപ്പൊ നമ്മള് സുലൈഖ മൻസിൽ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടില്ലേ, ഒരു ഭയങ്കര വിമർശനം ഉന്നയിച്ചത് അതാണ്. അത് പെൺകുട്ടികളുടെ സമ്മതം ചോദിക്കുക എന്നുള്ളത് ഇതിന്റെ ഭാഗമാണ്. ഈ പ്രാക്ടീസിന്റെ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചിട്ട് മുസ്ലിയാർ ഇവര് മറുപടി പറയുന്നത് കേൾക്കണം, എങ്കിൽ മാത്രമേ ഒരു നിക്കാഹ് നടത്തൂ. അത് വേണമെങ്കിൽ അവിടെ വെച്ച് അവർക്ക് നിഷേധിച്ചാൽ മുസ്ലിയാർ ഒരിക്കലും നിക്കാഹ് നടത്തില്ല. പക്ഷെ പഴയ സിനിമയിലും ഈ തരത്തിലുള്ള ഒരു ചടങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെയും മുസ്ലിം സ്ത്രീകളെ ഈ തരത്തിൽ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ള നിലക്കാണ് ആ സിനിമയൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ അല്ലാത്ത കുറെ സാധനം ഇപ്പൊ നമ്മളെ NP മുഹമ്മദിന്റെയൊക്കെ കഥകളില് ഭയങ്കര ശക്തരായിട്ടുള്ള മുസ്ലിം സ്ത്രീ കഥാപാത്രങ്ങളെ കാണാൻ പറ്റും. പക്ഷെ അതൊന്നും അല്ല പലപ്പോഴും മെയിൻ സ്ട്രീമിനകത്ത് മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞ്. അതായത് NP മുഹമ്മദിന്റെ കഥാപാത്രങ്ങളുണ്ടല്ലോ സമരം ചെയ്യുന്നുണ്ട്. ഒരു കയ്യിൽ ഖുറാൻ നിസ്കാരക്കുപ്പായിട്ട് ഒരു കയ്യിൽ ഖുറാനും വെച്ചുകൊണ്ട് അവളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഒരു സ്ത്രീ നമുക്ക് കാണാം. പക്ഷെ ആ സ്ത്രീ കഥാപാത്രം പോലും നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളിൽ സ്വീകാര്യമായത് മതം എങ്ങനെയാണ് സ്ത്രീകളെ വിക്റ്റിമാക്കുന്നത് എന്നതിന്റെ അടയാളമായിട്ടാണ്. അങ്ങനെയല്ല വായിക്കേണ്ടത്. അങ്ങനെ ആണോ വായിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഞാൻ ഉന്നയിച്ചത്. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ക്ലാസ് പ്രശ്നമാണോ? അതായത് ഇപ്പൊ നമ്മള് ഇത്തരം പാരമ്പര്യമായിട്ട് തന്നെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന, സാമുദായികമായിട്ടും ഉന്നതിയിൽ നിൽക്കുന്ന ഈ പറയുന്ന തങ്ങൾ കുടുംബം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇതിന്റെ ഒരു എലീറ്റ്, ഇതിനകത്ത് അവർക്ക് മറ്റു മതങ്ങളുമായിട്ട് കൊടുക്കൽ വാങ്ങലിന് ഒരു പ്രശ്നവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമായിട്ട് ഉണ്ടായിട്ടില്ല, സാമ്പത്തികമായിട്ടും കൾച്ചറലിയും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഈ പറയുന്ന ഉദാഹരണങ്ങൾ പറയുന്ന കുടുംബങ്ങളിലും ഈ ഒരു സോഷ്യൽ പൊസിഷനിൽ മേലെ നിൽക്കുന്ന കുടുംബങ്ങൾ തന്നെയാണ്. അതാണോ യഥാർത്ഥത്തിലുള്ള മുസ്ലിം ജനസാമാന്യത്തിന്റെ അവസ്ഥ? ക്ലാസ്സിൽ താഴെ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഇങ്ങനൊരു സംശയം എനിക്ക് എപ്പോഴും ഞാൻ ഈ സ്ത്രീകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ മാപ്പിളപ്പാട്ടിൻ്റെയൊക്കെ ഇതിൽ നോക്കുകയാണെങ്കിൽ എല്ലാതരം സ്ത്രീകൾക്കും ഒരേപോലെ സ്പേസ് അതിലുണ്ടായിട്ടുണ്ട്. ഇപ്പം ജമീല ബീവി എന്ന് പറയുന്ന കോഴിക്കോട് തന്നെയുള്ള ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവരുടെ നാട്ടിൽ 10 പേരടങ്ങുന്ന ഒരു പാട്ട് സംഘം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളോടൊപ്പം പാട്ട് പാടാനായിട്ട് പുറത്തിറങ്ങിയത്. സത്യത്തിൽ പിന്നെ ക്ലാസ്സിൽ താഴെയുള്ളവരാണ് കുറെ കൂടി സ്വാതന്ത്ര്യം. അത് ഈ മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ ഈ സ്ത്രീകളെ ഞാൻ കുറച്ചുപേരെ കണ്ടിട്ടുണ്ട്. കൈകൊട്ടിപ്പാട്ട്, കല്യാണ പാട്ടുകളൊക്കെ. അത് അവര് അധ്വാനിച്ച് ജീവിക്കുന്ന വരുമാന മാർഗവും കൂടിയാണ്. അപ്പം ഞാൻ പറയുന്ന അതിനെ കലാവിഷ്കാരം എന്നുള്ള നിലക്ക് കണ്ട് അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയും കൂടി കമ്മ്യൂണിറ്റിക്ക് അകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജമീല ബീവിയെ പോലെയുള്ള ഒരാള് അതിന്റെ ഭാഗമാവുന്നത്. ജമീല ബീവി പാട്ടുകളിലൂടെ ഞാൻ പറഞ്ഞ കുറെ കൂടി ഇത്തരത്തിലുള്ള വഴികൾ തേടേണ്ടി വന്നത് ഹയർ ക്ലാസ്സിലുള്ള മുസ്ലിംസിനായിരിക്കും. മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവടക്കാരായിട്ടും ദൈനംദിന ജോലികളിലും ഏർപ്പെടുന്നവരായിരുന്നു. അവര് സ്വന്തമായിട്ട് വരുമാനം ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കുറവായിരിക്കാനാണ് സാധ്യത എന്നാണ്. നമ്മളിപ്പോ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡാറ്റയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് മുസ്ലിം പെൺകുട്ടികളുടെ പ്രത്യേകിച്ച് പാർട്ടിസിപ്പേഷൻ ഭയങ്കര കൂടുതലാണ്. നമ്മളത് കൂടുതലാണ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെ കൂടുതലല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ. എല്ലാത്തിലും ഇപ്പൊ പുതിയ റീൽസിന്റെ കഥ പറഞ്ഞില്ലേ, അതിനെ നമുക്ക് പ്രത്യേകമായിട്ട് സ്വാഭാവികമായിട്ട് പറയാൻ പറ്റാത്തത് അത് അങ്ങനെ അല്ലാത്തൊരു കാലം മുന്നിലുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ. ആ ഒരു കാലം അത് അങ്ങനെ സംഭവം നമ്മൾ ഈ പറയുന്ന ചരിത്ര കാലഘട്ടത്തിലെ ലിബറേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം സ്ത്രീയും നമ്മളിപ്പോൾ വീണ്ടും മുന്നിലെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീകളുടെയും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടോ? അതാണോ അങ്ങനെ അസ്വാഭാവികതയെ തോന്നാൻ കാരണം? എന്തായാലും ആശയപരമായിട്ട് ഈ തരത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതായത് ഇതൊരു പഠനത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, നമ്മളുടെ വ്യക്തിപരമായ അനുഭവം വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ മുസ്ലിമാണ് എന്ന് അറിയുമ്പോഴേക്കും മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയം വരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഞാനായപ്പോഴേക്കും അതായത് ഒരു പക്ഷേ എനിക്ക് മുമ്പുള്ള ആൾക്കാരൊക്കെ ഒരു SSLC കഴിയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ SLC കഴിയുന്നതോടുകൂടിയിട്ട് ഇതിലേക്ക് പോവുമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആരും ആ തരത്തിൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഘർഷം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെയാണ് അങ്ങനെ ഇത്ര വരെ പഠിച്ചാ മതി എന്ന് പറയേണ്ടിയിരുന്നത് എന്നോടായിരുന്നു. ഞാനാണ് ആദ്യമായിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് കോളേജിൽ എത്തുന്നത്. അതിനകത്തൊരു വാചകമുണ്ട്, അതായത് നല്ല മാർക്ക് മേടിച്ചാല് TTCക്ക് വിടാവുന്ന, പക്ഷെ എന്നെ ഉപ്പനെ ഒരുപോലെ തോൽപ്പിച്ചുകൊണ്ട് ഞാൻ കോളേജിലേക്ക് പോയി. അപ്പൊ നല്ല മാർക്ക് ഉണ്ടായിരുന്നു? അല്ല, മാർക്ക് കുറവായിരുന്നു, അതുകൊണ്ട് TTCക്ക് കിട്ടിയില്ല. അതെ, TTCക്ക് അന്ന് 80% ഒറ്റ വേണം. അത് ശരി, ഞാൻ നേരെ തിരിച്ചാ വിചാരിച്ചത്. അല്ലല്ല, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് ഞാൻ. അതായത് അന്ന് പക്ഷെ ഇതൊരു ട്രെൻഡായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മളോട് പറഞ്ഞത് TTC എന്ന് പറഞ്ഞത്. കാരണം ഞങ്ങളുടെ ബാച്ചിലെ എല്ലാ നല്ല മാർക്കുള്ള പഠിക്കുന്ന കുട്ടികളും അന്ന് TTCക്ക് ഉറപ്പാണല്ലോ അല്ലെ? പ്രൊഫഷൻ ഉറപ്പുണ്ടല്ലോ. പ്രൊഫഷൻ ഉറപ്പുണ്ട്. പിന്നെ പൊതുധാരണയിൽ അത് സ്ത്രീകൾക്ക് വളരെ ഉചിതമായിട്ടുള്ള പ്രൊഫഷനാണ്. കുട്ടികൾ 2 മാസത്തെ അവധി കിട്ടുന്നു. അപ്പൊ ആ തരത്തിൽ നല്ലൊരു കുടുംബിനിയായും പ്രൊഫഷനായിട്ടാണ് അന്ന് അവരതിനെ കണ്ടതെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ
സത്യത്തിൽ ഇപ്പൊ വിശ്വസിക്കുന്നു ഞാൻ രക്ഷപ്പെട്ടതാണ്. അങ്ങനെ കോളേജിലേക്ക് പോയിട്ടേ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് പിന്നെ തുടർന്ന് പഠിക്കാൻ അവിടെ നിന്നാണല്ലോ. ഇപ്പൊ വേറെ അക്കാദമിക് ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്തുള്ള ഒരു ധാരണ ആയിരിക്കില്ലല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ഇതിൽ എങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഒരു അക്കാദമിക താല്പര്യം അല്ലെങ്കിൽ പഠിച്ച് എന്തെങ്കിലും ഇതാവാം ആ തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ നമുക്ക് പലപ്പോഴും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം എൻ്റെ മുന്നിലുള്ള മുഴുവൻ ഇങ്ങനെ ഇടക്ക് വിവാഹം ചെയ്ത് പോയവരാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് നമ്മളൊരു സ്വപ്ന ഇതൊക്കെ ആയിട്ട് തന്നെയാണ് ആ സമയത്ത് നിൽക്കുന്നത്. പക്ഷെ അതേസമയം ക്യാമ്പസുകളിൽ എത്തുകയും അപ്പം അവിടെ നിന്നുള്ള പല ക്ലാസ്സുകളും പല തരത്തിലുള്ള കൂട്ടുകെട്ടുകളും ഒക്കെ നമ്മളെ പുതിയൊരു അക്കാദമിക് ചിന്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെ ഒരിടത്തും ഒന്നാമാവാതെ പഠിച്ച് എന്നിട്ട് നമ്മള് PhD ഒക്കെ വരുമ്പോ നമ്മളുടെ കൾച്ചറൽ സ്പേസിൽ തന്നെയാ പഠിക്കാനും തീരുമാനിക്കുന്നത് അല്ലേ? വേറൊരു വിഷയമല്ലല്ലോ എടുക്കുന്നത്. അത് ഈ ഓർമ്മകളുടെയും ട്രഡീഷന്റെ ഒക്കെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണോ അതോ അതിനെ അടയാളപ്പെടുത്തണം എന്നുള്ളൊരു സംഗതി കൊണ്ടാണോ? എനിക്കിങ്ങനെ ഏറ്റവും എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കാൻ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ബാധ്യതയായിട്ട് മാറും. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ട്രഡീഷണൽ വിദ്യാഭ്യാസം അത്ര താല്പര്യമില്ലാതെ പോയതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല, എല്ലാം നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതും ഒക്കെ പഠിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ PhD ആവുമ്പം നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനും പറ്റുക എന്നുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം മുസ്ലിം കലകളെ കുറിച്ചൊക്കെയാണ് ആലോചിച്ചിരുന്നത്. പിന്നെ എൻ്റെ ഗൈഡ് സ്കറിയ സക്കറിയാണ്. അപ്പോൾ സാറിനോട് ഞാൻ ഇങ്ങനെ കുറേ സമയം സംസാരിച്ചു. അപ്പോൾ അതിനിടക്കാണ് ഞാനിങ്ങനെ മലബാർ കലാപത്തെക്കുറിച്ച് ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു അമ്മായിൻ്റെ ഒരു റെസ്പോൺസ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ സാറാണ് സജസ്റ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഈ പുതിയൊരു പഠന മേഖലയുണ്ട്, നമുക്ക് ഓറൽ ട്രഡീഷൻസ് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. ഇങ്ങനെ വേറെ തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ വാമൊഴികളിൽ എങ്ങനെയാണ് മലബാർ കലാപം നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്നിങ്ങനെ മുസ്ലിം സ്ത്രീകളെ പോയി കാണുക എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരു ദുരുദ്ദേശം കൂടി ഉള്ളത് കൊണ്ട് ഞാൻ ആ വിഷയം തന്നെ സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നെ മലബാർ കലാപത്തെക്കുറിച്ച് ഇങ്ങനെ ധാരാളം ചരിത്ര പുസ്തകങ്ങളൊക്കെ ഇപ്പം പല PhD തീസിസുകൾ തന്നെ ആ സമയത്ത് ധാരാളം വന്നു ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ. അതായത് പ്രോമിനൻ്റ് ആയിട്ടുള്ള KN പണിക്കരെ പോലെയുള്ള M ഗംഗാധര മാഷെ പോലെയുള്ള K ഗോപാലൻ, അവരുടെയൊക്കെ PhD തീസിസുകൾ തന്നെ ഇതിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ അതിൻ്റെ ഓറൽ ട്രഡീഷൻ ഈ ഔദ്യോഗികമായ വ്യവഹാരങ്ങളെ എങ്ങനെയാണ് സന്നിഗ്ധാക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ ഒരു അന്വേഷണമാണ്. അപ്പോൾ അതായത് എപ്പോഴും ഔദ്യോഗികമായ ഒരു നറേഷൻ എപ്പോഴും അതിൻ്റെ ബഹുസ്വരതകളൊക്കെ ഇല്ലാതാക്കിയിട്ടാണല്ലോ ഔദ്യോഗിക ഭാഷ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവര് കൈയൊഴിഞ്ഞ ഈ ഒരു നറേഷൻസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഭാഷകൾ എങ്ങനെ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ എന്നൊക്കെയുള്ള തരത്തിലുള്ള അന്വേഷണമാണ്. ഒരുപാട് ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ മലബാർ കലാപത്തിനെ പറ്റിയിട്ട്. ഇനി എഴുതാനില്ലാത്ത വിധം പുസ്തകങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ സ്ത്രീകൾ ഉണ്ടായിരുന്നോ? ആ പഠനങ്ങളിലൊക്കെ സ്ത്രീകളെ എങ്ങനെയാ പഠിക്കപ്പെട്ടിട്ടുള്ളത്? ഇല്ല, സ്ത്രീകളെ കുറിച്ച് നമ്മൾ കാണുന്നേ ഇല്ല. പിന്നെ ഇപ്പം നമുക്കറിയാം, ഇപ്പം ആ തരത്തിലുള്ള അന്വേഷണം, അതായത് ചരിത്രമെഴുത്തിൻ്റെ രീതി തന്നെ ഇപ്പം മാറിയല്ലോ. അപ്പം നമുക്കിങ്ങനെ അതായത് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചോദ്യങ്ങളാണോ അതിൽ ഉന്നയിക്കുന്നത് അതിനുള്ള ഉത്തരം അത് തരും. അപ്പം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ ഏറ്റവും റീജിയണൽ ആയിട്ടുള്ള ടെക്സ്റ്റുകളിലാണ് സത്യത്തിൽ ഇങ്ങനത്തെ സ്ത്രീകളെ കുറിച്ച് പരാമർശമുള്ളത്. അത് തന്നെ മെയിൻ സ്ട്രീം ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയെ കുറിച്ചിട്ടുള്ള മാളു ഹജ്ജുമ്മയെ കുറിച്ചൊക്കെ ഉള്ള പരാമർശം നമ്മൾ കാണുന്നത്
ആംഗ്ലോ മാപ്പിള യുദ്ധം എന്നൊക്കെ പറഞ്ഞ AK കോഡൂരിൻ്റെ പുസ്തകത്തിലാണ്. അതിൽ മാളു ഹജ്മയെ കുറിച്ച് പറയുന്നത് അവർ സാമാന്യ വിദ്യാഭ്യാസം നേടിയതിനെ കുറിച്ചും ഇംഗ്ലീഷിൽ അഡ്രസ്സ് എഴുതാൻ അറിയായിരുന്നു അവർക്ക്. മാത്രമല്ല അവരുടെ ബാപ്പ മലബാർ കലാപത്തിൽ പങ്കെടുത്തിട്ട് ബാപ്പാൻ്റെ സ്വത്തുക്കൾക്ക് കണ്ടുകെട്ടിയോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ വ്യവഹാരങ്ങൾ മുഴുവൻ നടത്താൻ കോടതിയിൽ പോയിരുന്നത് മാളു ഹജ്മയാണ്. അവർക്ക് കുതിരസവാരി അറിയാമായിരുന്നു. ആ തരത്തിൽ പല കഴിവുകളുള്ള സ്ത്രീയായിട്ട് അവരെ അടയാളപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് K. മാധവൻ നായരുടെ പുസ്തകത്തിൽ നോക്കിയാൽ ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് അവരെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതായത് ഒന്ന് വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയെ തന്നെ അവർക്ക് താല്പര്യമില്ലല്ലോ. അപ്പം അവരോടൊപ്പം നിന്നിട്ട് പോരാടാനും തയ്യാറായ സ്ത്രീ എന്നുള്ള നിലക്കൊക്കെയാണ് നെഗറ്റീവായിട്ട്. പക്ഷെ അതിനെയൊക്കെ പുതിയ തരത്തിൽ വായിച്ചെടുക്കാനും ഇപ്പം ഇതിലെ പല കലാപങ്ങളിലും പങ്കെടുത്ത സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ പറയുന്ന പഠനങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ടല്ലോ, ഈ 80 വയസ്സിന് 90 വയസ്സിനൊക്കെ മേലെയുള്ള. അവരുടെ മുഴുവൻ നറേറ്റീവ് ശരിക്കും പറഞ്ഞാൽ ആർക്കൈവ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, ഞാനത് കാസറ്റുകളിലൊക്കെ ആയിരുന്നു അന്ന്. ചെറിയ പെൻഡ്രൈവ് ഇത് ഉപയോഗിച്ച്, പെൻഡ്രൈവ് അല്ല, ഒരു ചെറിയ പോക്കറ്റ് റെക്കോർഡിങ് ഇതുണ്ടായിരുന്നല്ലോ. ആദ്യം ഞാൻ ഈ കാസറ്റ് ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യുന്ന രീതിയായിരുന്നു എടുത്തിരുന്നത്. പക്ഷെ പിന്നെ അത് കണ്ടാൽ ചിലർ ഇങ്ങനെ ഭയങ്കര മെയിൻ എന്നല്ല, ഒരു അച്ചടി മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ആ ടേപ്പ് റെക്കോർഡർ ഒഴിവാക്കിയിട്ട് ഈ തരത്തിലുള്ള ചെറിയ റെക്കോർഡിങ് അവരോട് പറയും, ചെറിയ റെക്കോർഡിങ് മറന്നു പോകുമല്ലോ. അപ്പം അത് ഉപയോഗിച്ചിരുന്നു. എന്നിട്ടും അത് ഇതിലേക്ക് സേവ് ആക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ഓഡിയോ ഇപ്പം ഇല്ല. അയ്യോ, ഒക്കെ പോയോ? കുറച്ചൊക്കെ കയ്യിലുണ്ട്, കാസറ്റുകളുണ്ട്. പിന്നെ ഞാൻ എല്ലാം ട്രാൻസ്ക്രൈബ് ചെയ്തു. ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പം അവരെന്നോട് പേഴ്സണലായി നടത്തുന്ന ക്വറീസ് പോലും വെച്ചിട്ടാണ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അത് ആദ്യം അത് തീസീസിനകത്ത് അതേപടി ഉപയോഗിക്കണോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ സംശയാലുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാ ഒന്നുമില്ല, അത് തീസീസ് ഇതേപോലെ കുറെ വലുതാവും, അപ്പൊ അതിന്റെ സ്ട്രക്ചർ അങ്ങനെ. പക്ഷെ സ്കറിയ സാറാണ് പറഞ്ഞത് എന്തായാലും ഇത് വലിയൊരു ഡോക്യുമെന്റ് ആണ്, അതുകൊണ്ട് അത് അതേപോലെ വെക്കണം, നീ എഴുതുന്നൊക്കെ പതുക്കെ മതിയെന്നാണ്, കുറച്ച് മതിയെന്നാണ്, അതേപോലെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഓർമ്മേനെ എടുത്ത് പറയുമ്പോഴേ അവരുടെ ഒരു പൊതു രീതിയായിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നോ? പിന്നെ അത് അവർക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഞാൻ കണ്ട അധികം ആളും 80-ന് പുറത്ത് വയസ്സായിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ 60 കഴിഞ്ഞവരും ഉണ്ട് കേട്ടോ. പക്ഷെ അവർ ഒക്കെ തന്നെയും അവർ പറയുന്ന കഥയൊന്നും കേൾക്കാൻ ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചെന്ന് ചോദിക്കുമ്പം ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഒന്നും അവർ പറയാൻ തയ്യാറാവില്ല. പ്രത്യേകിച്ചും നമ്മളിങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരികയാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അവർ പറയും ഞാനതിന് പഠിച്ചിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പറയുക. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഞാൻ ചോദ്യത്തിൻ്റെ രീതി മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ പറയും, പഴയ കഥയൊക്കെ കേൾക്കാൻ വന്നതാണ് എന്നാണ് പറയാറ് തന്നെ. അപ്പോ അവർക്ക് താല്പര്യമാണ്. അപ്പൊ അപ്പൊ എന്ത് കഥയാ വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ ഖിലാഫത്തിന്റെ, അതായത് മലബാർ കലാപം എന്നുള്ള വാക്ക് പോലും അവർക്കറിയില്ല, അവരുപയോഗിക്കില്ല. എങ്കിൽ അറിയാം, പക്ഷെ അതൊരു പഠനത്തിനുള്ള മാധ്യമമായിട്ടാണ് അവര് കാണുന്നത്. അതല്ലാതെ അവരുടെ ഇതിൽ വരുന്നത് ഖിലാഫത്താണ്. അപ്പൊ ഖിലാഫത്തിന്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് അവർക്ക് കഥ പറയാൻ സന്തോഷമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ ഭയങ്കര നിരാശയായിട്ടുണ്ട്. ഒന്ന്, മലബാർ കലാപം എന്നുള്ള വാക്ക് പോലും ഇവർക്ക് അറിയില്ല. അപ്പൊ ഇവരുടെ അടുത്ത് ഇനി എനിക്ക് എന്ത് ചരിത്രമാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള തരത്തിലൊക്കെ തുടക്കത്തിലൊക്കെ ഭയങ്കര നിരാശയായിരുന്നു. പക്ഷേ പിന്നെയാണ് ഇവരെന്റെ ബോധവും അബോധവും ഒക്കെ തകർക്കുന്ന തരത്തിൽ ഇടപെടുകയാണ് എന്നുള്ള എനിക്ക് തന്നെ മനസ്സിലായത്. അതായത്
ഇപ്പം നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ പൂർവ്വധാരണകളുമായിട്ടാണ് അവരെ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും സംവേദനം സാധ്യമാവാതെ പോവും. പക്ഷെ അതേസമയം നമ്മൾ അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ, അവർ പറയുന്ന എന്തർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് ചിന്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതായത് എൻ്റെ ഒരു അനുഭവം എങ്ങനെ വെച്ചാൽ എന്നെ തന്നെ എനിക്ക് അട്ടിമറിച്ചിടേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച ചരിത്രം ഇതൊക്കെയും അവർ മാറ്റിമറിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാഗൺ ട്രാജഡി എന്നുള്ള വാക്ക് അതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വാഗൺ ട്രാജഡി എന്നുള്ള വാക്ക് ഒരിക്കലും അവർ ഉപയോഗിക്കുന്നില്ല. അവർ പറയുന്നത് തീവണ്ടിയിൽ ഇട്ടിട്ടുള്ള കൂട്ടക്കൊല എന്നാണ്. ആലോചിച്ച് നോക്കൂ, അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ പറഞ്ഞ പോലെ വാഗൺ ട്രാജഡി എന്നുള്ള വാക്കറിയില്ല അവർക്ക്. ഞാൻ എന്താണ് ഇവരുടെ നിന്ന് പഠിക്കുക എന്നുള്ള തരത്തിലാണ് ഞാൻ ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിക്ക് ബ്രിട്ടീഷുകാർ നമ്മൾ അറിയാതെ തന്നിട്ടുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ നമ്മൾ അബോധപൂർവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അതായത് ദുരന്തം, അതിൽ അവർക്ക് റോളില്ല. അതെ, അവർക്ക് പങ്കില്ല, അവർ അറിയാതെ സംഭവിച്ചു പോയത് എന്നാണല്ലോ ദുരന്തം എന്ന് പറയുമ്പം. പക്ഷെ ഈ നാട്ടുഭാഷയിൽ വളരെ കൃത്യമായിട്ട് അവർ കുട്ടക്കൊല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ചെറിയ വാക്കുകളുടെയൊക്കെ പ്രയോഗത്തിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രത്യയശാസ്ത്ര വ്യത്യാസം അവരുടെ ഇതിനകത്തുണ്ടായിരുന്നു. അതുപോലെ രാഷ്ട്രീയം കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പം പൊളിറ്റിക്കലായിട്ടുള്ള അവയർനെസ് ഒക്കെ നമുക്കിടയിൽ എല്ലാവരുടെ ഇടയിലും ഉണ്ട്. അതിന് വിദ്യാഭ്യാസം ഒരു ഘടകമല്ല. അത് പലപ്പോഴും നമ്മളെ അനുസരിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര അടിമകളാവുകയാണ് ചെയ്യുന്നത്. പകരം തുറന്ന തരത്തിലുള്ള ചിന്ത സാധ്യമാവുന്നത് അതല്ലാത്ത തലങ്ങളിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റേ പുസ്തകം ഉണ്ടല്ലോ, ഇല്യാസിന്റെ ഒപ്പം ചെയ്തിട്ടുള്ള അറബിക് മലയാളം ലിംഗ്വിസ്റ്റിക് കൾച്ചറൽ ട്രഡീഷൻ ഓഫ് മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഒരു ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. IGNCA കേന്ദ്ര ഗവൺമെന്റിന്റെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ. അപ്പോൾ അതില് 3 കലാരൂപങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ ഇതാകുന്നത്. അപ്പം അറബി മലയാളം ഈ പറഞ്ഞ 3 ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്. അപ്പം ഈ 3 കലാരൂപങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പഠനമായിട്ട് ഭാഷാപരമായിട്ടും കൾച്ചറൽ ആയിട്ടും. ആ സമയത്ത് ഇംഗ്ലീഷിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ കുറവായിരുന്നു. ആ നിലക്ക് കുറെ കൂടി അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പലതരത്തിൽ മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ മലപ്പുറത്തെ സ്ത്രീ എന്ന് പറയുന്നത് വിസിബിൾ ആണ്. അതിന് പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ ലഭ്യമാണ്. പക്ഷെ നമുക്കറിയാം ഇതൊന്നും അല്ലാത്തൊരു ഭൂതകാലം മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ന് നമ്മൾ ചിത്രങ്ങളിൽ മാത്രം കാണുന്ന പരമ്പരാഗതമായ വേഷങ്ങളിട്ട് അറബി മലയാളത്തിൽ മാത്രം എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്ന കുറേയധികം മുസ്ലിം സ്ത്രീകളുടെ ഒരു കാലം. ആ കാലഘട്ടത്തിലും അവരുടേതായിട്ടുള്ള ആവിഷ്കാരങ്ങളും അവരുടേതായിട്ടുള്ള സവിശേഷമായ വ്യക്തിത്വവും നിലനിർത്തിയിരുന്നു. ആ അനുഭവങ്ങളെയും ജീവിതത്തെയും ഒക്കെ പ്രധാനമായും കണ്ടെടുക്കാനാണ് ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ അനുഭവം മറ്റുള്ളവർ എന്തിനു വായിക്കണം എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ള അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു പെണ്ണിനെക്കുറിച്ച് മറ്റുള്ളവർ അറിയണം എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. പഴയ കാലത്താണെങ്കിൽ നമുക്ക് മലപ്പുറം പെണ്ണിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ചില കൗതുകങ്ങൾ കൊണ്ടെങ്കിലും നമുക്ക് ഈ പുസ്തകം വായിക്കാനായിട്ട് തോന്നുമായിരുന്നു. ഇപ്പം നമുക്കറിയാം പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ മലപ്പുറത്തെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വളരെ ക്രിയാത്മകമായി തന്നെ റീലുകളിലൂടെ
പുതിയ തലമുറ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 30 സെക്കൻഡുകൾ കൊണ്ട് മാത്രം നമ്മുടെ സാമാന്യ ബോധത്തെ മറികടക്കുന്ന റീലുകൾക്ക് മുന്നിൽ ഈ അനുഭവങ്ങൾ എങ്ങനെ പ്രസക്തമാക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞാൻ ഈ എഴുത്തുകളെ സംവിധാനം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഒരു ചാപ്റ്ററിന്റെ പേര് മോള് ചോദിച്ച ഒരു സംഗതി വെച്ചിട്ടാ, അതായത് പിണറായി വിജയൻ നമ്മുടെ ആളാണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ അതിനാണ് അതിന്റെ ഹെഡിങ്ങും. നമ്മളെ ആളാണോ എന്ന് ചോദിക്കുമ്പോ മുസ്ലിം ആണോ എന്നുള്ളൊരു ചോദ്യം കുട്ടികൾ, അതായത് ഇന്നത്തെ കാലത്തെ ഈ ഒരു നമ്മളുടെ ഒക്കെ പഠിക്കുന്ന കാലത്ത് മതം പറയുക അല്ലെങ്കിൽ ജാതി വാലുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു മോശമായിട്ട് കണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന കുട്ടികൾ തന്നെ ജാതി വാല് ചേർക്കുകയും മതത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പിന്മടത്തുന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന സംഗതികളുണ്ട്. ഈ നമ്മുടെ ആളുകൾ അവര് ഇവർ എന്നൊക്കെ പറയുന്ന അതറിങ് പരിപാടി ഇപ്പൊ കൂടിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് കുറവാണെന്നാണ്. അതായത് ചെറിയ കുട്ടികൾക്കിടയിലുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെ പാരൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ധാരണയായിരിക്കുമല്ലോ അതിനകത്ത് ഉണ്ടാവുന്നത്. പക്ഷെ അതേസമയം നമ്മൾ കാണുന്ന പുതിയ സോഷ്യൽ മീഡിയയിൽ വരുന്ന റീലുകളും ഇതുമൊക്കെ അതിനെ തകർക്കല്ലേ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ മതപരമായിട്ടുള്ള അതായത് എല്ലാ തരത്തിലും വളരെ ഒരു സമയത്ത് റിജിഡിറ്റി കൂടുമ്പോൾ അപ്പുറത്ത് തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവള് ചെറുതാണല്ലോ, 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കുമ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നോട്. അവരെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിലെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെൻഷൻ പലപ്പോഴും അവൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ, നിങ്ങൾ ഒരു ഉത്തരം തന്നാ മതി, നമ്മൾ മുസ്ലിം ആണോ ഹിന്ദു ആണോ. അപ്പൊ അവളോട് സ്കൂളിൽ നിന്ന് ആരോ ചോദിക്കുകയാണിത്. അപ്പോൾ അവളെ സ്കൂളിൽ ഈ പറഞ്ഞ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിടാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ, അതായത് വളർന്നു വരുമ്പോ അതങ്ങനെ അങ്ങ് ബ്രേക്ക് ആയിക്കോളും എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ മതപരമായിട്ടുള്ള ഡ്രസ്സിങ് രീതികളുണ്ടല്ലോ, അത് അവര് സ്വന്തം ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലും ആണെങ്കിൽ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും അങ്ങനെയാണോ? അതായത് മതസംഘടനകളുണ്ടല്ലോ, സാമുദായിക സംഘടനകളിലെ അതിന് പൂർണ്ണാർത്ഥത്തിൽ പൗരോഹിത്യം എന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ആളുകളിൽ സംഘടനാ രൂപത്തിലും മുസ്ലിം ലീഗിൽ പോലും ഇപ്പോഴും നമ്മൾ അത്ഭുതം തോന്നുന്ന രീതിയിൽ സ്ഥാനാർത്ഥിയാവുന്ന സ്ത്രീകളുടെ പടം പോലും വയ്ക്കാൻ തയ്യാറാവുന്നില്ല. മുസ്ലിം ലീഗിനകത്ത് തന്നെ കലഹിച്ചിറങ്ങി പോകേണ്ടി വന്നു ഹരിതയ്ക്ക്. ഇപ്പോഴാണ് അതിനകത്ത് വീണ്ടും ഒരു അതായത് ഏറ്റവും പുതിയ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുമ്പോഴും സ്ത്രീ അവിടെ ആ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതെ, അത് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് പലപ്പോഴും എനിക്ക് തോന്നുന്ന അത് മതപരമല്ല. ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എന്തെങ്കിലും അവര് ഏർപ്പെടുത്തുന്നുണ്ടെങ്കിലേ മതത്തിന്റെ പേരിൽ അവനെ പ്രയോജനപ്പെടുത്തുന്നവരുണ്ടാവുമായിരിക്കും. പക്ഷെ മതത്തിന് അങ്ങനെ നേരിട്ടിപ്പോൾ ഇടപെടാനുള്ള ഒരു സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. പ്രത്യേകിച്ചും പലതരം മതസംഘടനകളുണ്ടല്ലോ നമ്മളെ നാട്ടിൽ. ആ മതസംഘടനകൾ, ഞാൻ പറയുന്നത് അതിൻ്റെ വൈവിധ്യം നമ്മളെ മേലിലുള്ള കൺട്രോളിനെ കുറക്കുകയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഞങ്ങളെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരു സംഭവം പറയാം. ഒരു പ്രണയകഥയാണ്. അവർ ഈ പെൺകുട്ടി ഡൈവോഴ്സിയാണ്. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാവുന്നു. പക്ഷേ ഇവൾ ഡൈവോഴ്സി ആയതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് താല്പര്യമില്ല. അവർ നിക്കാഹ് നടത്തി കൊടുത്തില്ല. പക്ഷേ ഇവർ വേറെ ഒരു വിഭാഗത്തിനെ സമീപിച്ചു, തൊട്ടടുത്ത് തന്നെയുള്ള. അപ്പോൾ അവർ നടത്തി കൊടുത്തു. അങ്ങനെ
അതായത് ഒരേ മഹലിൽ തന്നെ പലതരം അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാവുകയാണല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ മേലുള്ള അവരുടെ കൺട്രോളിനെ അതില്ലാതാക്കുക തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഒറ്റ സംഘടനയ്ക്ക് മാത്രമായിട്ട് നിയന്ത്രണം സാധ്യമല്ല എന്നുള്ള രീതിയിൽ. അതെ, ഏത് സംഘടനക്കായാലും ഇപ്പം അതായത് സുന്നിയാണ് മുമ്പ് ഇവിടെ മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലെയൊക്കെയുള്ള സംഘടനകൾ വരുന്നത്. അതിൽ നമ്മളേറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള സംഘടനയായിട്ടാണ് സുന്നിയെ പറയുന്നത്. അപ്പം ഒരിക്കൽ ഞാനിങ്ങനെ സുന്നി വിഭാഗത്തിൽ പെടുന്നതാണ് അല്ലെങ്കിൽ സുന്നി ട്രഡീഷനിൽ വളർന്നതാണ് എന്ന് ഞാൻ പറഞ്ഞത് ഒരു പത്രത്തിൽ ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ചിട്ട് എന്നെ കളിയാക്കി, നീ സുന്നിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളെ ഒരു സ്പേസിനെ തരുന്നത് സുന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു ആരാധനാ രീതി, ഭക്തി, ഇതിനെയൊക്കെ അംഗീകരിക്കുന്നത് സുന്നി ട്രഡീഷനാണ്. ഇപ്പം ഇവിടുത്തെ ദളിത് വിഭാഗങ്ങളുടെ ഒരു ആരാധനാ രീതിയൊക്കെയാണ് സുന്നികൾക്കുള്ളത്. നമുക്കിടയിൽ ജീവിച്ച് മരിച്ചവരൊക്കെ നമ്മൾ ആരാധിക്കും. അങ്ങനെ ഒരു കേരളത്തിന്റെ ഒരു കൾച്ചറൽ വൈവിധ്യത്തിനെയൊക്കെ കാണിക്കാനായിട്ട് കൂടുതൽ പറ്റിയിട്ടുള്ളത് സുന്നിക്കാണ്. മറ്റേ മുജാഹിദ് പോലെയുള്ള സംഘടന ഒരു പ്രോഗ്രസീവ് ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോലെയുള്ള സംഘടനകളാണെങ്കിൽ അവരൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നൊക്കെ ഉള്ള സങ്കല്പം വെച്ചിട്ടാണ് ഇങ്ങനെ ലോകം ഒന്നായിട്ടുള്ള ഇസ്ലാമി അങ്ങനെയൊക്കെയുള്ള സങ്കല്പം വെച്ചിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് സുന്നിക്ക് ആ തരത്തിലുള്ള ബാധ്യതയൊന്നുമില്ല. പിന്നെ ഇസ്ലാം എന്നുള്ളതിന് ഓരോ കൾച്ചറിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥതലങ്ങളാണ് ഉള്ളത് എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ സ്വതന്ത്രമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് എഴുതുന്ന കാര്യങ്ങളും ഇപ്പം നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ഈ വൈവിധ്യങ്ങളൊക്കെ പറയുമ്പോഴും ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസ രീതിയും ശീലങ്ങളും ഒക്കെയാണല്ലോ. പുസ്തകം വായിച്ച ഒരാളെന്നുള്ള രീതിയിലെ ഈ വിശ്വാസവുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് നിരന്തരം ശംഷാദിന്റെ മനസ്സിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. അതായത് എവിടെയോ ഒരു ബ്ലോക്ക് കിടക്കുന്നുണ്ടെന്ന്, വിശ്വാസപരമായിട്ടുള്ള മതത്തിന് പുറത്തേക്ക് പോകണമെന്ന് നിൽക്കുമ്പോഴും ഏതൊക്കെ തരത്തിൽ മതമുള്ളിലേക്ക് വലിക്കുന്നത് പോലെയോ എങ്ങനെയൊക്കെയോ വിശ്വാസത്തിന് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നോ ഇല്ലെന്നൊക്കെ പറയാം. സത്യത്തിൽ ഞാനൊരു വിശ്വാസിയാണ്. അതായത് വേറൊന്നുകൂടെ ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് വിശ്വാസി അല്ലാതിരിക്കാൻ ഭയങ്കരമായ കഴിവ് വേണം എന്നാണ്. മാർക്സിനെ പോലെ എംഗൽസിനെ പോലെയൊക്കെയുള്ള ഭയങ്കര ചിന്തകളിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് വിശ്വാസി അല്ലാതിരിക്കാൻ പറ്റുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും കൂടി ആണ്, ആ നിലക്കും കൂടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ വിശ്വാസം എന്ന് പറയുന്നതിനകത്ത് പല ഘടകങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ എല്ലാത്തിലും വിശ്വസിക്കുന്നുണ്ട്. എല്ലാത്തിലും എന്ന് പറഞ്ഞാല് അതായത് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് തന്നെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് പേടിയും ഉണ്ടാവാറുണ്ട്. കാരണം അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ടീച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പിള്ളേര് കേസ് കൊടുക്കുമെന്ന് പോലും തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് വിശ്വാസവും അന്ധവിശ്വാസവും വിശ്വാസം ഇല്ലായ്മയോ അല്ലാതെ എഴുതിയിട്ടുണ്ടല്ലേ. അന്ധവിശ്വാസം എന്നുള്ളത് വിശ്വാസത്തിന്റെ വിപരീതമല്ല അല്ലെ, അത് അവിശ്വാസമാണ്. അപ്പം ഞാൻ വിശ്വാസിയാണ്. പിന്നെ എൻ്റെ ഒരു ഞാൻ പക്ഷെ എല്ലാ വിശ്വാസവും അന്ധവിശ്വാസമാണ് അങ്ങനെ അതൊരു പൊസിഷൻ സാധ്യമാണ്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വലിയ വലിയ ആൾക്കാർക്ക് അത് പറ്റൂന്നാണ്. ഓ മൈ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്ന ആ തരത്തിലല്ല കേട്ടോ. പക്ഷെ എന്നാലും അതായത് മനുഷ്യന്റെ ഇതിൽ അപ്പുറത്തുള്ള ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നില്ലേ?
അല്ല, ഞാനല്ല. Okay. ഇപ്പൊ അങ്ങനെ ചെയ്യാമായിരുന്നു. അല്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അല്ല, നമുക്ക് ഇങ്ങനെ ഒരു സൂപ്പർ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെയല്ല, ഇങ്ങനെ ആയിപ്പോയി, പക്ഷെ ഒന്നുകൂടി ഇതായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കാറില്ലേ? ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ചിന്ത പോലും നമ്മൾക്ക് അതീതമായ ഒരു ശക്തിയിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാണ്. ആ അർത്ഥത്തിലും കൂടിയാണ് ഞാൻ വിശ്വാസി അല്ലാതിരിക്കാൻ നമ്മളെ പോലെയുള്ളവർക്ക് പറ്റില്ല എന്ന് പറയുന്നത്. അതിനകത്തൊരു ഇതിനോട് കണക്ട് ചെയ്ത് എഴുതിയത് പ്രണയവും ഒരു വിശ്വാസമല്ലേ എന്ന് എഴുതിയിട്ടുണ്ട്. പ്രണയം ഈ രീതിയിലുള്ള വിശ്വാസമായിട്ട് എങ്ങനെയാ നമ്മൾ കാണുക? അതല്ല, അല്ല, ഞാൻ ചോദിക്കാം, എങ്ങനെയാണ് അതിനെ കോയിൻ ചെയ്തത്? അല്ല, സത്യത്തിൽ പ്രണയം എന്ന് പറയുന്ന ഒരു വിശ്വാസം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതില്ലെങ്കിൽ പ്രണയത്തിന് നിലനിൽപ്പില്ല. പരസ്പര വിശ്വാസം എന്നുള്ളത്. പരസ്പര വിശ്വാസം. അതല്ലെങ്കിൽ ഇപ്പോ ഒരാൾ പറയാണ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ, നീ എങ്ങനെയാച്ചാ എന്നെ കൂട്ടിക്കോണം എന്ന് പറയുമ്പോ അയാൾ സ്വീകരിക്കും എന്നുള്ള, അല്ലെങ്കിൽ അത് ആണിങ്ങോട്ട് തിരിച്ചായാലും ഞാൻ വരുന്നുണ്ട്. അതല്ലേ വിശ്വാസം. മറ്റേ വിശ്വാസം എന്ന് പറയുന്നത് ആ ട്രസ്റ്റ് ആണോ? അതല്ല, പ്രണയത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അതായത് നമുക്ക് അയാൾ എന്താണ് എന്ന് പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ പറ്റുക എന്നുള്ള ആ അർത്ഥത്തിൽ. ബിലീഫും ട്രസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം വെച്ചിട്ട് പറഞ്ഞതാ. പ്രണയത്തെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പങ്ങളും ഭയങ്കരമായിട്ട് ഇപ്പം മാറിപ്പോയിട്ടുണ്ട് അല്ലെ? നമ്മളെ ആദർശവൽകൃതമായ പ്രണയ സങ്കല്പങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് സെപ്പറേറ്റ് ചെയ്യുന്നതും ഭയങ്കര ക്രിയേറ്റീവായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട് കുട്ടികള്, ആഘോഷിക്കുന്നുണ്ട്. അപ്പം ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇപ്പൊ പ്രണയമില്ല, ക്യാമ്പസുകളിൽ പ്രണയമില്ല, നല്ല പ്രണയ ബന്ധങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ ആദർശവൽകൃത പ്രണയബന്ധങ്ങളെ തകർന്നിട്ടുള്ളൂ. വളരെ ഭംഗിയായിട്ട് പിള്ളേര് പ്രണയിക്കുന്നുണ്ട്. അതായത് അതെ, ഞാൻ പറയുന്നത് നമ്മളോ നമുക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചവരോ ഉണ്ടാക്കി വെച്ച ചില ധാരണകളെ മുഴുവൻ തകർത്തുകൊണ്ട്, അതായത് പ്രണയം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വിവാഹത്തിന് മുമ്പ് മാത്രം സാധ്യമാവുന്നത്, ആ തരത്തിലുള്ള ഇതില്ലേ, അല്ലെങ്കിൽ ഒരാളോട് മാത്രം സാധ്യമാവുന്നത്, അങ്ങനത്തെ ധാരണയൊക്കെ ഇപ്പൊ നമുക്ക് അതായത് നമ്മളെയൊക്കെ കാലഘട്ടത്തിൽ ഈ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര കുറ്റബോധത്തോടെയാണ് പലപ്പോഴും അതിന്. പക്ഷെ ഞാൻ പറഞ്ഞ അതാണ്, പുതിയ കുട്ടികൾ ആ തരത്തിലുള്ള കെട്ടുപാടുകളൊക്കെ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് പ്രണയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അവർക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള സാധനമായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എങ്ങനെയെങ്കിലുമൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പഴയ തലമുറയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ പ്രണയങ്ങളാണ് കുറെ കൂടി സ്വാഭാവികം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റ് പലതരം ബാധ്യതയുടെ പേരിൽ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്നതാണ്. ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ഞാനെപ്പോഴും എൻ്റെ ഇഷ്ടങ്ങളോടും ഇതിനോടും ആത്മാർത്ഥത പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഈ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം സങ്കല്പങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതായിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിനകത്ത് നമുക്കൊരു അംഗീകാരം കിട്ടുന്ന ആയിക്കൊള്ളണം എന്നില്ല. ഇപ്പം ഞാൻ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് എനിക്കിഷ്ടം അല്ല, എൻ്റെയൊക്കെ ജനറേഷനിൽ എല്ലാവരും മുകുന്ദനെയും ആനന്ദിനെയും ഒക്കെ കൊണ്ടു നടന്നപ്പം എനിക്ക് അവരെ വായിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. നമ്മൾ എന്തുകൊണ്ട് പൈങ്കിളി വായിക്കുന്നില്ല, എന്തുകൊണ്ട് അതിനെ കുറ്റം പറയുന്നു എന്നുള്ള തരത്തിലാണ് ഞാൻ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പോർണോ ആയിട്ടുള്ള കൃതികൾ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടല്ലോ. അത് നമ്മളത് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ മറച്ചു വെക്കുക? അപ്പൊ ഏതോ തരത്തിൽ നമുക്കത് എൻജോയ്മെന്റ് സാധ്യമാവുന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ്
എനിക്ക് തോന്നിയത്. ഈ ഇതിൽ തന്നെയുള്ള ഒരു പിന്തുടർച്ചാവകാശം സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി എഴുതിയത് ഇപ്പോൾ പഠിപ്പിച്ചിരുന്ന കുട്ടികളിൽ തന്നെ കുറെ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതിൽ നിന്നും ഇപ്പോ ഒരു സ്വയം നിർണയാവകാശം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കുട്ടികൾ അവരുടെ വിവാഹപ്രായത്തിന് അവർ തന്നെ ഡിസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് സമുദായത്തിൽ മാത്രമല്ല എല്ലാ പെൺകുട്ടികളിലും അത് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചതിനെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഇത്രയും കുറെ കാലമായിട്ട് ഈ അക്കാദമിക് രംഗത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ പെൺകുട്ടികളിൽ വന്നിട്ടുള്ള ഈ അർത്ഥത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ തോന്നിയിട്ടുള്ളത്? തുടക്കത്തിൽ ഇതേപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ വിവാഹിതരാവുന്ന പെൺകുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു. അവരിതേപോലെ തന്നെ ഭയങ്കര ആഗ്രഹിച്ച്, നമുക്കത് പറയാനുള്ള സ്പേസ് ഒന്നുമില്ല. അവരും ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഇത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന വിവാഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതില്ലാതാവുന്ന നമുക്ക് കാണാൻ പറ്റും. വിവാഹം ആണ് ഏറ്റവും പ്രധാനം എന്നവർ വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ ആ സിസ്റ്റത്തിനകത്ത് നിന്നിട്ട് സ്വന്തം ഐഡന്റിറ്റിയെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ കോഴ്സിന് ഇടക്ക് കല്യാണം കഴിക്കുന്നത് ഭയങ്കര കുറവായിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല അതിൽ മുസ്ലിം കുട്ടികളാണ് കൂടുതൽ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലാണ്. അപ്പം ആ തരത്തിൽ തന്നെ നമ്മളെ ക്യാമ്പസ് പഠിക്കുന്ന കുട്ടികൾ തന്നെ ചിലപ്പോൾ അവരുടെ MA ഡെസർട്ടേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇതേപോലെ പഠനത്തിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ച കുട്ടികളെ കുറിച്ച് പഠനം നടത്തിയിരുന്നു. അപ്പൊ അതിലൊക്കെ അവർ പറയുന്ന കുട്ടികൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്നാണ്. പഠിക്കുന്ന കാലത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പലപ്പോഴും അവരുടെ പഠനത്തിന് ഭയങ്കര തടസ്സമായിട്ടാണ് വരുന്നത്. കാരണം വേറൊരു വീട്ടിൽ പോയി നിൽക്കണമല്ലോ നമ്മളിപ്പോഴും, ഈ സിസ്റ്റത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ അവരുടെ എല്ലാം അനുവാദം വാങ്ങിക്കൊണ്ട് പഠനത്തിലേക്ക് പോവേണ്ടൊക്കെ അവസ്ഥ ഉണ്ടാവും. പിന്നെ ഇതേപോലെ തന്നെ ടൂറ്, മറ്റ് പൊതുപരിപാടികൾ, ഇതൊക്കെ തന്നെ അവർക്ക് മിസ്സാവുന്നുണ്ട്. അപ്പോൾ അത് മാറുന്നു. അപ്പോൾ കൂട്ടുകാരോടൊപ്പമുള്ള ലൈഫ് പെട്ടെന്നില്ലാതായി വിവാഹബന്ധത്തിലേക്ക് പോവാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമുക്ക് വളരെ പ്രകടമായിട്ട് തന്നെ ക്യാമ്പസിലെ ജെൻഡർ റിലേഷൻസ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് ആൺപെൺ വ്യത്യാസം നമുക്ക് അറിയില്ല. ക്യാമ്പസിൽ ഇടപെടലുകളിൽ പ്രത്യേകിച്ചും അറിയില്ല. ആദ്യമൊക്കെ ഇപ്പം ഞങ്ങളെ ക്യാമ്പസിൽ ഫറൂഖ് കോളേജിൽ നിന്നൊക്കെ വന്ന ഒരു കുട്ടി അവള് പറഞ്ഞു, ഞാൻ ഈ ക്യാമ്പസിൽ വന്നിട്ട് ഞെട്ടിപ്പോയി. കാരണം ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒപ്പം നടക്കുന്നു എന്ന് മാത്രമല്ല കൈ പിടിച്ച് നടക്കുന്നു എന്നൊക്കെ. അപ്പൊ അവർക്ക് അതൊന്നും സാധ്യമായിരുന്നില്ല. അപ്പോൾ ആ ഒരു മാറ്റം കണ്ട് ഞെട്ടിയ കുട്ടിന്ന് ഇപ്പൊ നമുക്ക് കൈ പിടിച്ച് എന്നുള്ളതല്ല, തോളിൽ കൈയിട്ട്, അതായത് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ ജെൻഡറിന് അതീതമായി കുട്ടികളുടെ ജെൻഡർ എന്ന് പറയുമ്പം എല്ലാ വിഭാഗങ്ങളെയും ഒക്കെ അതേപോലെ ഉൾക്കൊള്ളാൻ നമ്മളെ ഒരു സുഹൃത്തായിട്ടുള്ള അധ്യാപകൻ പറഞ്ഞ ഇതിൻ്റെ അവരുടെ ക്യാമ്പസിൽ ഇതേപോലെ ഒരു ട്രാൻസ്ജെൻഡർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആരെങ്കിലും അവരോട് മോശമായി പെരുമാറുമോ എന്നുള്ളത്. അപ്പോൾ അവർ ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു, സ്റ്റാഫിൻ്റെ മീറ്റിംഗ് വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള തരത്തിൽ, അങ്ങനെ ചെയ്യേണ്ടല്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നടത്തി. പക്ഷെ അവർ പറയുന്നത് കുട്ടികൾ ഭയങ്കര ഈസി ആയിട്ട് സ്വാഭാവികമാണ് അവരുടെ ആ ഒരു ബോധം എന്ന് പറയുന്നത് പുതിയ തലമുറ. അപ്പോൾ നമ്മളെ ജെൻഡർ ധാരണകളും പ്രണയസങ്കല്പങ്ങളും എന്താ പറയാ ആദർശവൽകൃത സ്ത്രീ സങ്കല്പവും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ്.